പാടും. ലീലയെ കമനുപമിതം കാലദേശാവധിഭ്യാം നിരുമുക്തം നിത്യമുക്തം. പ്രഭാതത്തിൽ ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും ഗുരുവായൂരപ്പൻ്റെ സുപ്രഭാതവും കേട്ട് ഭവനങ്ങൾ ലീലയെ നമസ്കരിച്ചുകൊണ്ടാണ് ഉണർന്നത്. ലീലയുടെ ശബ്ദത്തിലാണ്, ഈ ലീലയുടെ ശബ്ദത്തിലാണ് മലയാളികൾക്ക് ജ്ഞാനമുണ്ടായത്. പൂന്താനത്തിൻ്റെ മഹനീയമായ ജ്ഞാനപ്പാന പുസ്തകം വായിക്കാതെ തന്നെ ഹൃദിസ്ഥമാക്കിയ ലക്ഷക്കണക്കിനായ മലയാളികളുണ്ട്. അവരൊക്കെ പി ലീല എന്ന ആ ഭക്ത കോകിലത്തോട് കടപ്പെട്ടിരിക്കുന്നു. നാം ഇപ്പോൾ ഇരിക്കുന്നത് ചിറ്റൂരിൽ പുറയത്ത് തറവാട്ടിൽ പി ലീലയുടെ കളിക്കൂട്ടുകാരനും സഹോദരനുമായിരുന്ന രാമനുണ്ണിമേനോൻ്റെ കൂടെയാണ്. രാമനുണ്ണിമേനോൻ്റെയും പി ലീലയുടെയും പിതാക്കന്മാർ സഹോദരന്മാരായിരുന്നു. മാതാക്കന്മാരും സഹോദരികളായിരുന്നു. കുട്ടിക്കാലത്ത് അവർ ഒന്നിച്ചാണ് കളിച്ചു വളർന്നത്. രാമനുണ്ണിമേനോൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാലം അത്രയും പി ലീലയുടെ കൂടെയായിരുന്നു. സ്വന്തം ജീവൻ്റെ ഭാഗം പോലെ അദ്ദേഹം ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന പി ലീലയുടെ ഓർമ്മകൾ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. രാമനുണ്ണിമേനോൻ, സഹോദരി എന്നതിലുപരിയായി സ്വന്തം ജീവൻ്റെ ഭാഗം പോലെയാണ് അങ്ങ് പി ലീലയെ സ്നേഹിച്ചിരുന്നതെന്നറിയാം. അവരോടൊപ്പമായിരുന്നു ദീർഘകാലം ജീവിച്ചത്. ഈ മഴ പെയ്യുന്ന ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ സ്മൃതികൾ മനസ്സിൽ വന്ന് നിറയുകയാണ്, പെയ്ത് നിറയുകയാണ്. അങ്ങേക്ക് എങ്ങനെ ഓർത്തെടുക്കാം സഹോദരിയെപ്പറ്റി? അവർക്കൊക്കെ കുട്ടിപ്രായം തൊട്ട് ഞങ്ങൾ എറണാകുളത്ത് പാലിയൻ ലൈനിൽ സ്വന്തം വീടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. പീലച്ചേരിയുടെ അച്ഛൻ വന്ന് SRV സ്കൂളിലെ മാഷായിരുന്നു. സംഗീതത്തിൽ വളരെ ഉത്സാഹമുള്ളവരുണ്ട്. കാരണം കൂടപ്പുറത്ത് രണ്ട് മൂന്ന് സഹോദരിമാരുണ്ട്. ആ രണ്ട് സഹോദരിമാരും പാട്ട് പഠിച്ചിരുന്നു. ആ പഠിച്ചിരുന്ന കാലത്ത് ലീലച്ചേച്ചി കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ പാട്ട്. പക്ഷെ അവർക്ക് സ്വരസിദ്ധമായിട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് പാടാനും സംഗീതത്തിൽ കുറച്ചുകൂടെ സ്വരസിദ്ധിയോട് പാടാനുള്ള കഴിവുണ്ടായിരുന്നു. ഒരുമിച്ച് അപ്പോൾ അവരും പാടാനുണ്ട്. അവർ പാടി വളരെ അപ്പോൾ ഇവർക്ക് കുറച്ചൊരു ഭയം വന്ന് രണ്ട് സഹോദരിമാരും പിന്തുണങ്ങി. അങ്ങനെ ലീല അങ്ങനെ നാച്ചുറലായിട്ട് പോകുന്നത്.
അത് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അത് പറയുന്നത് ലീലച്ചിത്ര അച്ഛൻ്റെ ഉത്സാഹം തന്നെയായിരുന്നു. സ്കൂളിലെ മാസ്റ്ററായി വരുന്ന എല്ലാ ഡിസിപ്ലിനോടുകൂടെ അവർ വളർത്തുന്നത്. ചിറ്റൂർ ഭഗവതിയുമായിട്ട് അത്ര ഹൃദയബന്ധം പോലെയാണ്. അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടതായിരുന്നു ജീവിതം പറയാറുണ്ട്. ഗുരുവായൂരപ്പനും അമ്മയ്ക്കും സമർപ്പിക്കപ്പെട്ടതായിരുന്നു. പി ലീലയുടെ ഉത്സാഹത്തിൽ ചിറ്റൂരിലെ കൊങ്ങൻപട ഉത്സവത്തിന് പല പ്രശസ്തരും വന്ന് കച്ചേരി നടത്തിയിട്ടുണ്ടെന്ന് കേട്ടു. അതിനെക്കുറിച്ചൊക്കെ ഓർമ്മിക്കാൻ കഴിയും? ഇവിടെ ആദ്യമായിട്ട് നല്ലൊരു ഗാനമേള കൊണ്ടുവന്നു. അതിൽ പ്രമുഖരായ കമുകുര പുരുഷോത്തമൻ, പിന്നെ പലരും പാടിയിട്ടുണ്ട്. സുശീല ദേവി ഇങ്ങനെ പല ആർട്ടിസ്റ്റും പാടി ആ കച്ചേരി വളരെ നന്നായി ശോഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ഭയമുള്ളത് നടത്തുന്ന ഈ കൊങ്ങമ്പട നടത്തുന്ന 4 വീട്ടിലെ മേനോന്മാരെ കൂടിയിട്ട് നടത്തി. അപ്പോൾ അവർ ലീലയെ സെലക്ട് ചെയ്തപ്പോൾ ഒരു പേടിയില്ലായിരുന്നു. പുതിയ തലമുറയ്ക്ക് എങ്ങനെയാണ് ഇത് പിടിക്കുക. പക്ഷെ നേരെ മറിച്ച് പാടാൻ തുടങ്ങിയപ്പോൾ ജനം ഭയങ്കര കൂടി. ഏറ്റവും ഇന്നേ വരെ കൊങ്ങമ്പട സമയത്ത് പ്രോഗ്രാം വരുന്നുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ടൊരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര നന്നായിട്ട് ഗാനമേള നന്നായി നടന്നു. ദക്ഷിണാമൂർത്തി സ്വാമിയായി, യേശുദാസുമായി, ലളിതാ മങ്കേഷ്കറുമായിട്ടൊക്കെ വലിയ ഹൃദയബന്ധങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളൊക്കെ ഓർമ്മയില്ലേ രമണിമേനോന്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലതാ മങ്കേഷ്കർ പല പ്രാവശ്യം ലളിതച്ചിത്ര വീട്ടിൽ വന്നിട്ടുണ്ട്. മന്ദവള്ളിയിലുള്ള വൃന്ദാവൻ എന്നുള്ള വീട്ടിൽ വന്നിട്ടുണ്ട്. അവരായിട്ട് വളരെ കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഹിന്ദി അറിയുള്ളൂ. അപ്പോൾ ഹിന്ദിയിൽ ഇവർക്ക് കുറേശ്ശൊക്കെ അറിയാം. എന്നാലും അതിൻ്റെ തർജ്ജമ ചെയ്യാനൊക്കെ കൂടിയുണ്ടായിരുന്നു. ഒരുപാട് കാലം എപ്പോൾ വന്നാലും അവിടെ വന്ന് കാണും. അങ്ങനെ വളരെ തിക് ഫ്രണ്ട്സ് എന്ന് പറയാം. അങ്ങനെയായിരുന്നു. മരിച്ചപ്പോൾ അവരുടെ കണ്ടലൻസും ഉണ്ടായിരുന്നു. ചിറ്റൂരിലെ ഈ അന്തരീക്ഷം, പഴയ കളവും കൃഷിയും കാളയും കാളവണ്ടിയും പശുവും ഒക്കെ താൻ ജീവിച്ച തമിഴ്നാട്ടിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് അവരവിടെ കളം വാങ്ങുകയും കൃഷി ചെയ്യുകയൊക്കെ ചെയ്തൊരു കാലമുണ്ട്. ആ കാലത്തെ പറ്റി ഒന്ന് പറയാൻ പറ്റും? അത് വലിയച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. ഇതേപോലെ ചിറ്റൂരിലെ കൃഷിയും ഞങ്ങളുടെ കളത്തിലൊക്കെ പോകാറുണ്ട് കൃഷി സ്ഥലത്തൊക്കെ. അതുപോലെ ഒരു കൃഷി അത് ഭാഗ്യത്തിന് കിട്ടി. ആ കൃഷി സ്ഥലം ഡെവലപ്പ് ചെയ്ത് 10-40 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അതിൽ നെല്ല്, തെങ്ങ്, മാവ്, പ്ലാവ് സകലതും ഉണ്ടായിരുന്നു. അവരൊരു ചെറിയൊരു വീടും കെട്ടി അത് നന്നായി കൊടുക്കും. അതിനുവേണ്ടി കാളവണ്ടി, ഇവിടുത്തെ പുറത്തെ കാളവണ്ടി, വൈക്കോല് ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ വളർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ഒരു പശുവിനെ കിട്ടിയത് വേറൊരു കഥയാണ്. അത് കിട്ടി ആ പശു വന്നതിന് ശേഷം വളരെ ഇമ്പ്രൂവ്മെൻ്റാണ് കിട്ടിയത്. അത് ആദ്യത്തെ കുട്ടി ഒരു നല്ലൊരു ലക്ഷണമായിട്ട് പറഞ്ഞത്. ഓർമ്മകൾ മഴയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭൂതകാലത്തിൻ്റെ നടുമുറ്റത്ത് ഇരിക്കുകയാണ് നാം. പി ലീലയുടെ ശബ്ദം മലയാളിയുടെ 4-5 പതിറ്റാണ്ടുകളെ സംഗീത സാന്ദ്രമാക്കി. മലയാളിയുടെ പ്രേമത്തിലും സ്നേഹത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഹർഷത്തിലും ഉത്സവത്തിലും എന്നുവേണ്ട മലയാളികൾക്ക് ആധുനികാന്തരം എന്തൊക്കെ വികാരങ്ങളുണ്ടായിരുന്നുവോ ആ വികാരങ്ങൾക്കൊക്കെ ഒപ്പം ശ്രുതി ചേർത്ത് മിടിച്ച മലയാളി ശബ്ദമായിരുന്നു പി ലീലയുടേത്. പി ലീലയ്ക്ക് ശേഷം എത്രയോ ഗായികമാർ വന്നു. ഇപ്പോഴും മലയാളി ഗായികമാർ നമുക്ക് കുറവാണ്. ബാബുരാജിൻ്റെ സംഗീതത്തിൽ പൂവേ നല്ല പൂവേ നല്ല വെള്ളത്താമര പൂവേ ആരോമൽ പൂങ്കവിളിൽ പൊട്ടുകുത്തിയതാര് എന്നൊരു ഗാനം ഞാൻ ഈ മഴയത്ത് ഇരുന്ന് ഓർക്കുകയാണ്. നല്ല വെള്ളത്താമര പൂവേ പൂവേ നല്ല പൂവേ നല്ല വെള്ളത്താമര പൂവേ. ചിത്രങ്ങളിൽ പിന്നണി പാടുന്ന സംസ്കാരം തുടങ്ങി വെച്ച കാലം മുതൽ ആദ്യത്തെ ഗായികയായി രംഗപ്രവേശം ചെയ്ത പാട്ടുകാരിയാണ് പി ലീല. അതുവരെ നടന്മാരും നടിമാരും തന്നെ സ്വയം പാട്ടുകൾ പാടുകയായിരുന്നു. ആദ്യത്തെ പാട്ട് പാടുക പൂങ്കുയിലെ എന്ന പാട്ട് ഗോവിന്ദറാവുവിൻ്റെ കൂടെ പാടിയിട്ടാണ് പി ലീല നമ്മുടെ ചലച്ചിത്ര ഗാന സംസ്കാരത്തിലേക്ക് വരുന്നത്. ഐക്യ കേരളം രൂപപ്പെട്ടതു മുതൽ 6 പതിറ്റാണ്ടോളം കാലം അവരുടെ സുവർണ്ണ ശബ്ദം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ശബ്ദത്തിലാണ് നാം നാരായണീയം കേട്ടത്, ജ്ഞാനപ്പാന കേട്ടത്, ഹരിനാമകീർത്തനം കേട്ടത്. ആ അനശ്വര കാവ്യങ്ങളെ നമ്മുടെ ഭക്തിഗാന സാഹിത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഈടുവപ്പാക്കി മാറ്റി തീർത്തതിൽ പി ലീലയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. അടുത്ത കാലത്തും ശ്രീമതി കനകം ഒപ്പിയാർ മേനോൻ പറഞ്ഞു അവർക്ക് ഭാഷാനാരായണീയം
നാരായണീയം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള പ്രേരണ പി ലീലയുടെ നാരായണീയ ആലാപനം കേട്ടതായിരുന്നുവെന്ന്. അങ്ങനെ എത്രയെത്രയോ അനശ്വര സംഭാവനകൾ പി ലീല നമ്മുടെ സംഗീതത്തിന് നൽകിയിരിക്കുന്നു. നമുക്ക് അനശ്വരമായ സംഗീത സമ്പത്ത് തന്ന പി ലീല എന്ന സുവർണ ഗായികയെ നാം വേണ്ടവിധം നന്ദിയോടെ അനുസ്മരിച്ചു. അവരുടെ 6ാം ചരമവാർഷിക ദിനം കഴിഞ്ഞ ഒക്ടോബർ 30-ന് ആരോരും അറിയാതെ കടന്നുപോയി. അവർക്ക് പത്മഭൂഷൺ ബഹുമതി സമ്മാനിച്ചത് ഒരുപക്ഷെ ഓർമ്മയോടെ അവർ കേട്ടിരിക്കാം. അത് പോയി വാങ്ങാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. ചലച്ചിത്ര പിന്നണി ഗാനം പാടിയതിന് ആദ്യത്തെ അവാർഡ് നേടിയ ഗായികയായിരുന്നു. പക്ഷേ ആ വലിയ സേവനങ്ങളെ വേണ്ട വിധം നമ്മൾ ഇന്നും വിലയിരുത്തിയിട്ടില്ല. പക്ഷേ പി ലീലയുടെ സഹോദരൻ രാമനുണ്ണി മേനോൻ അവരുടെ അനശ്വരമായ ഓർമ്മകളത്രയും ഓരോ നിമിഷവും വിട്ടുപോകാതെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ, ചിത്രങ്ങൾ, ചെറുപ്പകാലം മുതലുള്ള അവരുടെ എത്രയും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ എല്ലാം ഒരു ആൽബമായി ഇവിടെ എടുത്തു വച്ചിരിക്കുകയാണ്. മലയാളത്തിന്, കേരളീയ സംസ്കൃതിക്ക് അദ്ദേഹം നൽകിയ വലിയ സംഭാവനയാണ് ഈ ആൽബം. അവരുടെ ചലച്ചിത്ര ഗാനങ്ങളുടെ ആദ്യകാലത്തെ കാസറ്റുകൾ തൊട്ട് CD-കൾ വരെയുള്ള എല്ലാം മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും അടക്കം എല്ലാം അദ്ദേഹം കൃത്യമായി എടുത്ത് അടുക്കി വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു സഹോദരന് തൻ്റെ സഹോദരിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരമാണ് ഈ ഓർമ്മ ചിത്ര തുടർക്കണി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യ എന്ന നിലയിലാണ് പി ലീലയുടെ പ്രശസ്തി. ചെമ്പൈ ശിഷ്യകളിൽ വളരെ അറിയപ്പെടുന്ന ആളായിരുന്നു പി ലീല. ചെമ്പൈ സ്വാമി മാത്രമല്ല, തൃപ്പൂണിത്തുറ മണിഭാഗവതർ, ദക്ഷിണാമൂർത്തി സ്വാമി, മരുത്താംകുടി രാജഗോപാല അയ്യർ തുടങ്ങി പലരും പി ലീലയെ പഠിപ്പിച്ചിരുന്നു. ഗുരുനാഥന്മാരോട് അഗാധമായ ഭക്തിയും സ്നേഹവും പി ലീലയ്ക്കുണ്ടായിരുന്നു.